എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സലാമിനെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സലാമിനെ എന്ത് പരിചയപ്പെട്ടു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ചോട്ടാ മുമ്പേ നടക്കുമ്പോൾ സലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉസ്താദ് ഹോട്ടലിൽ നടക്കുമ്പോഴെല്ലാം അൻവറിൻ്റെ കൂടെ എന്നും സലാമിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും എന്നെ കാണാൻ വരികയും എന്നോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ കുറേ കാലമായി സലാം ഇങ്ങനെ ഓരോരോ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ അത് നീണ്ടുപോകുന്നു. ആദ്യം ദുൽഖറിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അപ്പം ഇങ്ങനെ എപ്പോഴാണ് സലാം ആദ്യം ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉടുമ്പൻചോല വിഷൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് ഒരിക്കൽ വന്ന് പറയുന്നതും ഒക്കെ. അപ്പം അത് പറഞ്ഞ് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു അതൊരു വളരെ ചെറിയ സിനിമയാണ്, ഒരു ഇടുക്കി ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കഥ, ആ രീതിയിലാണ് അത് എടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഓരോ ദിവസവും അതിൻ്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു വലിയൊരു സിനിമയായിട്ട്. ഇപ്പം ഞാനതിനകത്ത് മൂസ ഹാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു പാലസ് പോലത്തെ ഒരു വീടാണ്. അങ്ങനെ എന്ത് കാര്യം വളരെ ഒരു സ്പെക്ടാക്കുലർ ലൈനിലാണ് സലാം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലെ മെറിഡിയൻ ഹോട്ടലിൽ വന്നു. അവിടെ അതിൻ്റെ ഒരു സെറ്റൊക്കെ കണ്ടാൽ ശരിക്കും ഞാൻ അന്തപ്പെട്ട് പോലും. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന പാട്ട് ഷൂട്ട് ചെയ്ത സോങ് ഇവിടെ കാണിക്കുമെന്നാണ്. പക്ഷേ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ആ സോങ് അതിഗംഭീരമായി വന്നിട്ടുള്ളൊരു സോങ്ങാണ്. അതുപോലെ തന്നെ ഈ സിനിമയും സലാം ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സലാം നമുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നില്ല, കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എന്ത് കാര്യവും അത് സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുത്ത്. ഇപ്പം എന്നോടൊക്കെ സലാമിന് എന്തെങ്കിലും അത് പറയാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ എടുക്കണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്തും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിച്ചിരിക്കും. സലാമിന് വേണ്ടത് സലാം എടുത്ത് ആ രീതിയിൽ തന്നെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വൻ വിജയമായി തീരട്ടെ. ഇസ്ലാമിൻ്റെ ആദ്യ സംരംഭം ഒരു വിജയമാകട്ടെ എന്ന് എനിക്ക് ഇസ്ലാമിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ജനങ്ങൾ സ്വീകരിച്ചൊരു വൻ സിനിമയായിട്ട് വരട്ടെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയാണ്.